മലപ്പുറം ഊറുങ്ങാട്ടേരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂറാങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. ഒപ്പം VK ജിഷാദും മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ ആന വീണത്? ആ കിണറിന്റെ ഒരു പ്രത്യേകത, ഇതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ദുഷ്കരമാണ്? അങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പുലർച്ചയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ജനവാസ മേഖലയിലും മറ്റുമൊക്കെ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തുന്ന കഥകളാണ് നമ്മൾ അടുത്തിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനവാസ മേഖലയിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഇപ്പോൾ ആന വീണിരിക്കുന്നത്. ഇത് മലപ്പുറം ഊറുങ്ങാട്ടേരി എന്ന സ്ഥലമാണ്. അരീക്കോടിനോട് ചേർന്ന സ്ഥലമാണ്. വനമേഖലയോട് അടുത്ത സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു കൃഷിയിടത്തിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആന വീഴുകയായിരുന്നു. വനംവകുപ്പും പോലീസും ചേർന്ന് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ താഴ്ചയില്ലാത്ത ഒരു കിണറാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം വെള്ളവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ പക്ഷേ ആനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. വന്യമൃഗ ശല്യം നിരന്തരം നേരിടുന്ന ഒരു മേഖലയാണിത്. പലപ്പോഴും ജനവാസ കേന്ദ്രത്തിലേക്ക് ആന ഇറങ്ങി വലിയ നാശനഷ്ടം വരുത്തുന്ന ഒരു മേഖലയും കൂടെയാണ്. ഒരുപക്ഷെ കൂട്ടമായി കാട്ടാനകൾ ഈ സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്നും മടങ്ങിയപ്പോൾ അബദ്ധത്തിൽ ഒരു ആന കാൽവഴുതി ഈ കിണറ്റിലേക്ക് വീണതാവാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുടിവെള്ളം അടക്കമുള്ള ആവശ്യത്തിനേക്ക് ഉപയോഗിക്കുന്ന കിണറല്ല ഇത്. കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കിണറാണ്. ഈ കിണറിന് ആൾമറ, അതായത് ചുറ്റുമതിൽ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ആവും ഒരുപക്ഷെ അബദ്ധത്തിൽ ആന കിണറ്റിലേക്ക് വീണെന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ ആനയെ കരക്കെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീജ, അനീഷ്, കുറച്ചുനാൾ മുൻപ് നമ്മൾ ഇതുപോലെ സമാനമായ ഒരു ദൗത്യമൊക്കെ കണ്ടിരുന്നു. ഇതിന്റെ ഒരു ആഴമൊക്കെ വെച്ച് എത്രത്തോളം സമയം ആനയാണ് പുറത്തേക്ക് കയറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ കിണർ അധികം ആഴമുള്ളതല്ല എന്ന് പറയുമ്പോഴും ഈ ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണല്ലോ. തീർച്ചയായും അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം ആനയെ മുകളിലേക്ക് എത്തിക്കാൻ അത് സ്വന്തം നിലയിൽ കയറി വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആനയെ പുറത്തെത്തിക്കുന്ന ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. നമ്മൾ കോതമംഗലത്തും മറ്റുമൊക്കെ ഈ രീതിയിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഒരുപക്ഷെ കുങ്കി ആനകളുടെയും മറ്റുമൊക്കെ സഹായം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സ്വന്തം നിലയിൽ കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ആന എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് മറ്റ് കുങ്കിയാനയുടെ സഹായത്തോടെ വലിച്ചു കയറ്റുന്ന പോലുള്ള രീതികളിലേക്ക് അധികൃതർക്ക് കടക്കേണ്ടി വരും. എന്തായാലും എല്ലാ സാധ്യതകളും അധികൃതർ പരിശോധിച്ച് വരികയാണ്. ശരി.